ഹായ് ഓൾ, എല്ലാവർക്കും മേർജോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോളം എന്ന് പറയുന്ന സിനിമ കണ്ടു. സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബിരിയാണി കിട്ടിയൊരു അവസ്ഥയാണ്. പഴങ്കഞ്ഞി പ്രതീക്ഷിച്ച് പോയിട്ട് ബിരിയാണി കിട്ടിയെന്ന് പറയത്തില്ല, അത്തരത്തിലൊരു അവസ്ഥയാണ് ഗോളം എന്ന സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത്. കാരണം വലിയ പ്രതീക്ഷകളൊന്നുമില്ല, കാരണം അവകാശവാദങ്ങളില്ല, വലിയ സ്റ്റാർ മെറ്റീരിയലുകളില്ല, ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒരു ഡീസൻറ്റ് വൺ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനായിട്ട് പോകുന്നത്. ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. സംവിധാനം ചെയ്തിരിക്കുന്നത് സംജാത് PS, പുള്ളിയുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയത്തേ ഇല്ല കേട്ടോ. ഒരു നവാഗത സംവിധായകനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാത്ത രീതിയിലുള്ള മേക്കിംഗ്. തീർച്ചയായിട്ടും അഭിനേതാക്കൾ, ഇപ്പം നായക നടൻ ഉൾപ്പെടെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആക്ടേഴ്സാണ് ഈ ഒരു സിനിമയിൽ ഉള്ളത്. അതിൻ്റെ ഒരു പോരായ്മയും ഇല്ലാതെ നല്ല കിടുക്കാച്ചി ഒരു ത്രില്ലർ, ഒരു മിസ്റ്ററി ത്രില്ലർ തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് സംജാത് PS. ശരിക്കും ഒരു കിടുക്കാച്ച ബിരിയാണി തന്നെയായിരുന്നു. ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് മലയാള സിനിമയിൽ ഈ അടുത്തൊന്നും വന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു പെർഫെക്റ്റ് ത്രില്ലറിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നല്ല കിടിലിനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ പൂർണ്ണമായിട്ടില്ല, കാരണം ഒരു ഇൻ്റർവെല്ലിന് തിയേറ്റർ വിട്ട് വന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. കാരണം കഥയുടെ പകുതിയേ ആയിട്ടുള്ളൂ. ബാക്കി കഥ ഇനി അടുത്ത പാർട്ട് ഉണ്ടെന്ന് സിനിമയിലും പറയുന്നില്ല, ഇവർ അനൗൺസും ചെയ്തിട്ടില്ല. പക്ഷേ സിനിമ കൊണ്ട് നിർത്തുന്നത് അങ്ങനെയാണ്. ഇനിയും ബാക്കി വരാനുണ്ട് എന്നൊരു രീതിയിലാണ്. നമ്മൾ ബാഹുബലിയിലൊക്കെ കൊണ്ട് നിർത്തിയില്ലേ, നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും. അത്തരത്തിൽ ഒരു ചോദ്യം ആയിട്ടാണ് ബാക്കി എന്താണെന്ന് പ്രേക്ഷകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് എനിക്ക് ബാക്കി കാണാനായിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതിലും വലിയൊരു പടമായിട്ട് തീർച്ചയായിട്ടും അത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ചിലപ്പം ഈ ഒരു സിനിമ ഹിറ്റായതിനു ശേഷം അനൗൺസ് ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ അണിയറക്കാരൊക്കെ ഇരിക്കുന്നത്. എന്തായാലും അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. അമ്മാതിരി ഒരു പടം ഇവിടെ കിടിലിനായിട്ട്. തീർച്ചയായിട്ടും ഒരു ത്രില്ലർ ഫിലിം ലവർ ആണെങ്കിൽ, നിങ്ങൾക്ക് ത്രില്ലർ, മിസ്റ്ററി ത്രില്ലർ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണ് ഗോളം എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഒരു ഒരു അനുഭവം, തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു കിടുക്കാച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഗോളം. ഡയറക്ഷൻ ഗംഭീരമായിരുന്നു. ഇനി ആക്ടേഴ്സിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ രഞ്ജിത്ത് സജീവാണ് ഈ ഒരു സിനിമയിലെ നായക വേഷം ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ ഒരു സിനിമയിലുണ്ട്. പുതുമുഖമായിട്ടുള്ളവരും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ സിനിമയിൽ അധികം എക്സ്പീരിയൻസ്ഡ് ആകാത്ത ഒരുപാട് പേര് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. നമ്മൾ പക്ഷേ കണ്ട് പരിചയമുള്ള മുഖങ്ങളാണ്. നമ്മൾ യൂട്യൂബിലൂടെയും അതേ കണക്ക് പല രീതിയിൽ കണ്ട് പരിചയമുള്ള മുഖങ്ങളാണെങ്കിലും ഈ ഒരു സിനിമ എന്ന രീതിയിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഒരു സിനിമയിൽ ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു പോരായ്മ ഈ ഒരു സിനിമയ്ക്ക് അവർ വരാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അമ്മാതിരി എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് സജീവ് പുള്ളിയാണ് ഈ ഒരു സിനിമയിലെ നായക വേഷം ചെയ്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിലാണ് പുള്ളി എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ദിലീഷ് പോത്തൻ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് സിദ്ദിഖ് ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്തിട്ടുണ്ട്. സണ്ണി വെയിൻ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. 1-2 സീനിലേ ഉള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെത് ഈ ഒരു സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊരു സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെയാണ്. ബാക്കിയുള്ളത് സെക്കൻഡ് പാർട്ടിൽ വലിയൊരു സംഭവമായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞു കേട്ടോ, സെക്കൻഡ് പാർട്ട് വേറെ ലെവലായിട്ട് ഇറക്കാനായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. സ്ക്രിപ്റ്റിലൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിടുക്കാച്ചി ഐറ്റം ആയിരിക്കും മലയാളത്തിന് കിട്ടാൻ പോകുന്നത്. സോ ആ ഒരു രീതിയിലായിട്ട് സിനിമ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് എബി സെൽവിൻ തോമസ് ആണ്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട കിടുക്കാച്ചി BGM കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതാണ് എടുത്ത് പറയാനായിട്ട് മറന്നുപോയൊരു പേരുണ്ട്. ഈ സിനിമയുടെ റൈറ്റർ, സംവിധായകനെ കുറിച്ച് പറഞ്ഞു, പ്രവീൺ വിശ്വനാഥ്. ഇതേ കണക്കൊരു സബ്ജക്റ്റ് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നതിന് തീർച്ചയായിട്ടും പ്രവീണിനെ അഭിമാനിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും കുറച്ചും കൂടി നല്ലൊരു സ്ക്രിപ്റ്റും കുറച്ചും കൂടി ഒരു വലിയൊരു പടമായിട്ട് തന്നെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ സിനിമ ഒരുക്കാനായിട്ട് സംവിധായകനും റൈറ്റർക്കും കഴിയട്ടെ. ഈ ഒരു സിനിമ ടെക്നിക്കലി ഓവറോൾ എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം മൊത്തത്തിൽ ഓവറോൾ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ചെറിയ ലാഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ലാഗ് അവിടെ വേണമായിരുന്നു ഈ ഒരു സബ്ജക്റ്റിന്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രേക്ഷകനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ലാഗ് അവിടെ ആവശ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ ഒരു സിനിമയുടെ സബ്ജക്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്, അതാണ് ഗോളം എന്ന പടം. വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്.